Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ ദീനി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നബവിയുടെ 40 ഹദീസുകളിൽ 4-ാമത്തേതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത അതീവ സുപ്രധാനമായ ഹദീസുകളിൽ ഒന്നാണിത്. അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ നിരവധി അബ്ദുള്ളമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അങ്ങനെ നിരവധി പേർ. എവിടെയെങ്കിലും അബ്ദുല്ല എന്ന് മാത്രം കണ്ടാൽ ന്യായമായും അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഇസ്ലാമിലേക്ക് 6-ാമതായി കടന്നു വന്ന അതിപ്രഗത്ഭനായ വ്യക്തിത്വമാണ് ഇബ്നു മസ്ഊദിന്റേത്. ഖുർആന്റെ എക്കാലത്തെയും വലിയ മുഫസ്സിറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആർക്കും അസൂയ തോന്നിപ്പിക്കും വിധം വിശുദ്ധ ഖുർആൻ ശ്രുതിമധുരമായി പാരായണം ചെയ്യാൻ ശേഷിയുള്ള ആളുമായിരുന്നു അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തെ വിളിച്ചിരുത്തിയിട്ട് റസൂൽ ഖുർആൻ ഓദിക്കുമായിരുന്നു. അങ്ങേക്കാണല്ലോ ഇതിറങ്ങിയത്, എന്നിട്ടും ഞാൻ അങ്ങേക്ക് ഓതി തരണമോ എന്ന് ചോദിക്കുമ്പോൾ റസൂല് പറയും, മറ്റാരെങ്കിലും ഓതുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു എന്ന്. ഒരിക്കൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ സൂറത്തു നിസാഇൽ ഫകൈഫ ഇദ് ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജഅനാ ബിക അലാ ഹൗലായി ഷഹീദ, പരലോകത്ത് ഈ ജനസഞ്ചയങ്ങൾക്കെല്ലാം സാക്ഷിയായി താങ്കളെ നാം കൊണ്ടുവരും എന്ന വാക്യമെത്തിയപ്പോ റസൂലിന്റെ കണ്ണുകൾ കലങ്ങി, കണ്ണുനീർ ധാരധാരയായി ഒഴുകിത്തുടങ്ങിയത്രേ. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങൾ കാണാം. മക്കയിലെ ഹുദൈൽ എന്ന് പറയുന്ന താരതമ്യേന സോഷ്യൽ സ്റ്റാറ്റസ് വളരെ കുറഞ്ഞ ഒരു ഗോത്രത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഉഖ്ബത്ത് ബിനു അബി മുഹൈത്തിന്റെ ആട്ടിടയനായിട്ടാണ് വളർന്നു വന്നത്. ഒരിക്കൽ ഇദ്ദേഹം ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന വഴിയെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും യാത്ര ചെയ്യാനിടയായി. ദാഹിച്ചു വലഞ്ഞ അവർ ആട്ടിടയനായ ചെറുപ്പക്കാരനെ സമീപിച്ചിട്ട് ഇത്തിരി പാല് കുടിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ചു. സത്യത്തിൽ അകിടുകളെല്ലാം ശോഷിച്ച, പാല് ചുരത്താൻ ശേഷിയില്ലാത്ത ആടുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പാലില്ല എന്ന മറുപടി കിട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരെണ്ണത്തെ കൊണ്ടുവരാൻ റസൂൽ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ഒരു പെണ്ണാടിന്റെ അകിടിൽ റസൂൽ എന്തോ പ്രാർത്ഥിച്ചൂതുകയും തടവുകയും ചെയ്തു. അപ്പൊ നിലക്കാത്ത പാലിന്റെ പ്രവാഹം അതിന്റെ അകിടിൽ നിന്ന് ചുരത്തപ്പെടാൻ തുടങ്ങി. അവർ വേണ്ടുവോളം പാല് കുടിച്ചു. തിരിച്ചു പോകാൻ നേരത്ത് ആശ്ചര്യഭരിതനായി നിന്ന ഇബ്നു മസ്ഊദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്രേ, എനിക്കും ആ മന്ത്രം ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന്. റസൂൽ ആ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആ പയ്യനെ ചേർത്ത് നിർത്തി തലയിലും നെഞ്ചത്തുമൊക്കെ തടവിക്കൊണ്ട് ആശീർവദിച്ച് തിരിച്ചുപോയി. ഈ സംഭവം മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച അല്ലെങ്കിൽ ആകർഷിപ്പിച്ച ഒന്നായിരുന്നു അദ്ദേഹത്തിന്. ജോലിയും കൂലിയും എല്ലാം വിട്ട് മക്കയിൽ ഈ ഒരു വ്യക്തിത്വത്തെ അന്വേഷിച്ച് ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് പുറപ്പെട്ടു. അങ്ങനെയാണ് ഇത് പ്രവാചകനാണെന്നും ഇദ്ദേഹം പുതിയ ഒരുപാട് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം അറിയുന്നത്. ഒട്ടും അമാന്തിക്കാതെ തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണ ചരിത്രം. പിൽക്കാലത്ത് ശത്രുക്കളുടെ നിരവധി പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കുമെല്ലാം കൂട്ടത്തോടെ മുസ്ലിങ്ങൾ ഇരയാക്കപ്പെടുന്നൊരു ഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് ഈ ഖുർആൻ ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത്? പരസ്യമായി നമുക്കിത് കാബാലയത്തിൽ വെച്ച് പാരായണം ചെയ്തുകൂടെ എന്നും പറഞ്ഞ് ഇബ്നു മസ്ഊദ് അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് നേരത്തെ പറഞ്ഞ ആ ശ്രവണ സൗന്ദര്യത്തിന്റെ അലകുകളെല്ലാം മക്കൻ മുശ്രിക്കുകളുടെ കർണപുടങ്ങളിലേക്ക് വീശിയടിക്കാൻ തുടങ്ങി. തങ്ങളുടെ കണ്ണിൽ നിർധനനായ, നിലവാരം കുറഞ്ഞ അധമ ഗോത്രത്തിൽപ്പെട്ട ഒരുത്തൻ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു നിൽക്കാൻ ആ സവർണ മാടമ്പികൾക്ക് കഴിഞ്ഞില്ല. അവർ സാധ്യമാകും വിധം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ചാടി വീണു മർദ്ദിച്ചവശരാക്കി മാറ്റി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹദീസിലേക്ക് കടക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ഹദീസിലേക്ക് തന്നെ മടങ്ങി വരാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഹദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്, സ്വാദിഖും മസ്ദൂഖുമായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, ഇന്ന അഹദക്കും, നിങ്ങളിൽ ഓരോരുത്തരും, യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി, അവനവന്റെ മാതാവിന്റെ ഉദരത്തിലാണ് അവരുടെ സൃഷ്ടിപ്പിന്റെ സങ്കലനം നടക്കുന്നത്. 40 യൗമൻ നുത്ഫതൻ, 40 നാൾ രേതസ്കണമായും, സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്, പിന്നീട് 40 ദിവസം രക്തക്കട്ടയായും, സുമ്മ യകൂനു മുളഅതൻ മിസ്ല ദാലിക്, പിന്നീട് ഒരു 40 ദിവസം മാംസപിണ്ഡമായും അത് രൂപാന്തരപ്പെടുന്നു. സുമ്മ യുർസലു ഇലൈഹിൽ മലക്, പിന്നീട് ഈ 120-ാം ദിവസം ഒരു മലക്കിനെ അങ്ങോട്ടേക്ക് നിയോഗിക്കപ്പെടുന്നു. ഫയൻഫഖ് ഫീഹി റൂഹ്, ആ മാംസപിണ്ഡത്തിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിക്കുന്നു. വയുഅമറു ബി 4 കലിമാത്ത്, 4 സുപ്രധാന തീരുമാനങ്ങൾ കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതെന്തൊക്കെയാണ്?
ബികത്ബി റിസ്ഖിഹി വഅജലിഹി വഅമലിഹി വശഖിയ്യിൻ അം സഈദ്. അവന്റെ ജീവിത വിഭവങ്ങൾ, ആയുസിന്റെ ദൈർഘ്യം, അവന്റെ കർമ്മങ്ങൾ, അവൻ ദൗർഭാഗ്യവാനോ ഭാഗ്യവാനോ എന്നീ 4 കാര്യങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കപ്പെടും. ഫവല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഗൈറു, ഇലാഹായിട്ടുള്ള ഏകനായ അള്ളാഹുവാണ് സത്യം. ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷെ സ്വർഗാവകാശിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാണകലം മാത്രമേ ശേഷിപ്പുണ്ടാവുള്ളൂ. എന്നിരിക്കെ പൊടുന്നനെ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, നേരത്തെ എടുത്ത തീരുമാനങ്ങളിലെ അത് മുൻകടന്നു വരും. ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ, അപ്പോഴായിരിക്കും അവൻ നരകത്തിലേക്ക് പോകുന്നവന്റെ കർമ്മം ചെയ്തു പോകുന്നത്. ഫയദ്ഖുലുഹ, അങ്ങനെ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യും. വഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ, എന്നാൽ മറ്റൊരാൾ നരകാവകാശിയുടേതായിട്ടുള്ള അമലുകളായിരിക്കും അവൻ ചെയ്തു വെച്ചിട്ടുണ്ടാവുക. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു ചാൺ മാത്രം അവശേഷിക്കുന്ന ഒരു ഘട്ടമെത്തും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അപ്പോഴും നേരത്തെ ആ വിധി നിർണയം കടന്നുവരും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അപ്പോഴായിരിക്കും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതായിട്ടുള്ള അമല് ചെയ്യുന്നത്. ഫയദ്ഖുലുഹ, അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഹദീസ്. വിവിധ കാരണങ്ങളാൽ തന്നെ ഈ ഹദീസ് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് ഇതിനോടകം നാം തിരിച്ചറിഞ്ഞു കാണും. ഒന്നാമതായി മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ ഇതിനകത്ത് വർണ്ണിക്കുന്നത് കാണാം. ആദ്യത്തെ 40 ദിവസം ബീജഗണമായും അഥവാ ശുക്ലഗണമായും, പിന്നീടുള്ള 40 ദിവസം രക്തക്കട്ടയായും, അടുത്ത 40 ദിവസം മാംസപിണ്ഡമായും അത് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ 3 ഘട്ടങ്ങൾക്ക് അഥവാ 120 ദിവസങ്ങൾക്ക് ശേഷമാണ് ഗർഭാശയത്തിന്റെ ഉത്തരവാദിത്തമുള്ള മലക്ക് കടന്നു വരുന്നതും ആ മാംസപിണ്ഡത്തിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിക്കുന്നതും. ഏറെക്കുറെ 4 മാസത്തെ ദൈർഘ്യമുണ്ടാവും ഇതിന്. അതുകൊണ്ട് തന്നെ 4 മാസത്തിന് ശേഷം ഭ്രൂണം നീക്കം ചെയ്യുന്നത് ഏറെ ഗുരുതരമായ, കൊലപാതക സമാനമായ കുറ്റകൃത്യമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അതേസമയം വളരെ ഗുരുതരവും രൂക്ഷവുമായ ആരോഗ്യ ജീവൽ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഭ്രൂണം നീക്കം ചെയ്യാൻ ഡോക്ടർമാർ വല്ലവരും കണിശമായി നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ഈ പറഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ അത് അനുവദനീയമായേക്കുമെന്ന് ആധുനിക കാലത്ത് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുമുണ്ട്. രണ്ടാമത്തെ കാര്യം, അനിവാര്യമായും 4 കാര്യങ്ങളിൽ ഈ നേരത്ത് തീരുമാനമാക്കപ്പെടും എന്നതാണ്. ഒന്ന്, അവന്റെ അല്ലെങ്കിൽ അവളുടെ ആയുസ്സിന്റെ ദൈർഘ്യം എത്രയാണ് എന്നതാണ്. 2, അവർ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന വിഭവങ്ങൾ എത്ര തോതിൽ ലഭ്യമാകും എന്നതാണ്. 3, അവരുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും. 4, അതിനനുസരിച്ച് പരലോകത്തവർ നിരാശരും ദൗർഭാഗ്യവാന്മാരുമായി മാറുമോ അതോ സൗഭാഗ്യവും സന്തോഷവുമുള്ള ആളുകളായി തീരാൻ സാധിക്കുമോ എന്ന കാര്യവുമാണ്. ഇത് 4ഉം അന്നേരം തന്നെ തീരുമാനമാക്കപ്പെടും. കർമ്മങ്ങൾ ഉൾപ്പെടെ രേഖയാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും ചെയ്യരുതാത്തതെന്നും അള്ളാഹു നേരത്തെ തീരുമാനിക്കുമെന്നാണോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് പണ്ഡിതർക്ക്. എല്ലാം രേഖയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാം അള്ളാഹുവിന് അറിയാം, അവന്റെ ജ്ഞാനത്തിന്റെ ഇൽമിന്റെ അനന്തവിശാലമായ പരിധിയില്ലായ്മയെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അടിസ്ഥാനപരമായി ഓരോരുത്തരുടെയും സ്വർഗ നരക പ്രവേശനങ്ങളെ നിർണയിക്കുന്നിടത്ത് അവരവരുടെ കർമ്മങ്ങൾക്ക് നിസ്തുലമായ പങ്കുണ്ട് എന്നതാണ് സത്യം. ശേഷം റസൂൽ പറയുകയാണ്, ഒരാൾ തന്റെ ജീവിതകാലം മുഴുവൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം നയിച്ചു, സ്വർഗത്തോട് ഒട്ടി നിൽക്കുന്ന അത്രയും അടുത്തെത്തി. അപ്പോഴായിരിക്കും അവനൊരു ദുഷ്കർമ്മത്തിലേക്ക് ഉദ്യമിക്കുന്നത്. അതുവഴി ഇതുവരെ ചെയ്തതെല്ലാം സ്പോയിലാവുകയും നരകത്തിലേക്ക് ചെന്ന് പതിക്കുകയും ചെയ്യും. മറ്റൊരാൾ നരകത്തീയിൽ അമരാൻ മാത്രമുള്ള അത്രയും വൃത്തികേടുകളും തെമ്മാടിത്തരങ്ങളും ധിക്കാരങ്ങളും കൊണ്ട് ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ഒരാളായിരിക്കാം. അവസാന നിമിഷം അയാളിൽ നിന്ന് ഒരു സൽക്കർമ്മമോ സുഹൃതമോ സംഭവിക്കുകയാണ്. അതുവഴി നേരത്തെ സംഭവിച്ച എല്ലാ പാപങ്ങളും മായ്ക്കപ്പെടുകയും അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് മൗലികമായി ആത്യന്തിക പരിണിതിയാണ് പ്രധാനം. അഥവാ ഏറ്റവും അവസാനത്ത് എങ്ങനെ നമ്മൾ ജീവിച്ചു, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നില്ലേ, അല്ലാഹുമ്മ ജഅൽ ആഖിബത അംരി റഷദ, പടച്ചവനെ എന്റെ എല്ലാത്തിന്റെയും പരിണിതി നന്നാക്കി തരണേ. ഇത് അനിവാര്യമായ ഒരു പ്രാർത്ഥനയാണ്. ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചരിത്ര ശകലം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. മദീനയിൽ ബനുൽ അസദ് എന്ന് പറഞ്ഞൊരു ഗോത്രം ഉണ്ടായിരുന്നു. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഏറെ തലവേദനയും പുകിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗോത്രമായിരുന്നു അത്. ആ ഗോത്രത്തിൽ ഒരു തലവനുണ്ട്, തുലൈഹത്ത് ബിൻ ഖുവൈലിദുൽ അസദി എന്നായിരുന്നു അയാളുടെ പേര്.
റസൂലിന്റെ ജീവിതകാലത്ത് എന്തെല്ലോ ചില കാരണങ്ങൾ മുൻനിർത്തി അയാൾ ഇസ്ലാം സ്വീകരിച്ചു. റസൂൽ വഫാത്തായ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന വലിയ വലിയ പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ സുപ്രധാനമായ ഒന്ന് റിദ്ദത്തായിരുന്നു. ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. കുറെ ആളുകൾ സക്കാത്ത് നിഷേധിച്ചു, കുറെ ആളുകൾ ഇസ്ലാം വേണ്ടെന്ന് വെച്ചു, മറ്റു ചില ആളുകൾ സ്വയം പ്രവാചകത്വം വാദിക്കുക പോലും ചെയ്തു. അക്കൂട്ടത്തിൽ തുലൈഹത്ത് ബിൻ ഹുവൈലിദുൽ അസദി എന്ന് പറയുന്ന കക്ഷി ഇസ്ലാം ഉപേക്ഷിക്കുക മാത്രമല്ല താനും ഒരു പ്രവാചകനാണെന്ന് വാദിക്കുക പോലും ചെയ്തു. നോക്കണേ ഒരാൾക്ക് സംഭവിക്കുന്ന പരിണിതികൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്തരം എല്ലാ കള്ളപ്രവാചകന്മാർക്കുമെതിരെ സൈനിക നടപടികൾ അടക്കം സ്വീകരിച്ചു. തുലൈഹക്ക് നേരെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അയച്ചത്. അവർ ഘോരമായി ഏറ്റുമുട്ടി, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിന്റെ തന്നെ അനുയായികൾക്ക് പോലും വ്യക്തമായി ഇദ്ദേഹത്തിന്റെ പ്രവാചകത്വവാദം തികച്ചും വ്യാജമായിരുന്നുവെന്ന്. അങ്ങനെ ആളുകൾ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് സിറിയയിലേക്ക് കൂടണഞ്ഞു. അവിടെ ബനുൽ കൽബ് എന്ന ഗോത്രമാണ് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയത്. പക്ഷെ പോകെ പോകെ ബനുൽ കൽബ് ഗോത്രം മുഴുവനായും ഇസ്ലാം സ്വീകരിച്ചു. അപ്പോഴും തുലൈഹത്ത് ബിൻ ഹുവൈലിദുൽ അസദി എന്ന് പറയുന്ന കക്ഷി മാത്രം ഒറ്റപ്പെട്ടു പോവുകയാണ്. തന്റെ ജീവിതത്തിലെ മുഴുവൻ ഗതിവിഗതികളെയും അയാൾ ഇരുന്ന് വിശകലനം ചെയ്തപ്പോ താൻ എന്തുമാത്രം നിർഭാഗ്യവാനാണ്, ലക്ഷണം കെട്ടവനാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നി തുടങ്ങി. അങ്ങനെ ഒടുക്കം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് തന്നെ അദ്ദേഹം ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും മക്കയിലേക്ക് ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. കുറ്റബോധവും പാപഭാരവും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുനാൾ ഒതുങ്ങിക്കഴിഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിലേക്ക് തിരിച്ചു വന്ന് മുസ്ലിം സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറി. ശേഷം നാം കാണുന്നത് മറ്റൊരു ചരിത്രമാണ്. ഖാദിസിയ, യർമൂക്ക്, നഹാവന്ത് തുടങ്ങി നിരവധി യുദ്ധഭൂമികളിലേക്ക് ഇദ്ദേഹം എടുത്തുചാടുന്നു. ഒടുക്കം നഹാവന്ത് യുദ്ധത്തിൽ അദ്ദേഹം ഷഹാദത്ത് വരിക്കുക പോലും ചെയ്യുന്നു. നമുക്കൊരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ വ്യത്യസ്തമായ നിമ്നോന്നതികൾ നിറഞ്ഞ ഈമാനികമായ സ്റ്റാറ്റസ് ആണ് ഈ കാണുന്നത്. ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക്. അതുകൊണ്ടാണ് പറയുന്നത് ആഖിബത്താണ് ഏറ്റവും പ്രധാനം. വൽ ആഖിബത്തുലിൽ മുത്തഖീൻ. മുത്തഖികളുടെ ആഖിബത്താണ് യഥാർത്ഥ ആഖിബത്ത്. അങ്ങനെ ഒരു റഷദായ ആഖിബത്ത് ഉണ്ടാകാൻ നമുക്ക് സാധിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.